അല്ലെങ്കിലും ചില ഫ്രണ്ട്ഷിപ്സിനൊക്കെ ഡെയിലി കോൺവെർസേഷനൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് മതി. ദാറ്റ് വി ആർ സ്റ്റിൽ ദെയർ ഫോർ ഈച്ച് അതർ എന്നുള്ളത്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആട്ടോ എനിക്ക് ഇവരുമായിട്ടുള്ളത്. സ്നായും കേബിയും ശില്പയും സ്നേഹയും. കെ വി എൻ്റെ കോളേജ് തൊട്ടുള്ള ഫ്രണ്ടാട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ജോബ് കിട്ടി ഒരുമിച്ചാണ് പോയത്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സ്നായിനെ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ കൊണ്ട് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. പക്ഷേ ഓരോ തവണ ഒരാൾക്ക് പറ്റുമ്പോൾ ഒരാൾക്ക് പറ്റില്ല. അങ്ങനെ അങ്ങനെ മാറി മാറി പോയി അറ്റ് ലാസ്റ്റ് അത് സംഭവിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ മീറ്റപ്പിന് ഒരു ഓർമ്മയ്ക്കായിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒബ്രോണിലുള്ള ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കടയിലാട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. നമ്മുടെ എടപ്പള്ളിയിലുള്ള ചീനവല എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അവിടെ പോണേ. അവിടുത്തെ ഫിഷ് ഐറ്റംസൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ട് ചെന്നതായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് ഒരു നോർമൽ മീൽസ് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ക്രാബിൻ്റെ ഒരു സോസിലുള്ളൊരു ഡിഷ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ലൂക്കാച്ചിന് വേണ്ടി പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു ഫിഷ് തവ ഫ്രൈയും. സംഭവം പറയാമല്ലോ, നല്ല അടിപൊളി മീൽസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടെ ഒരു പായസമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഫുഡ് നമ്മുടെ വയറ് നിറക്കിയെങ്കിലും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നവരാണല്ലോ കൂടെ ഉള്ളവർ. അവരോട് സംസാരിച്ച് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സമയം പോകുന്നതേ അറിയുന്നില്ലായിരുന്നു. സംസാരിച്ച് തീരുന്നുണ്ടായിരുന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഞങ്ങളെപ്പോഴും ആ പഴയ 10 വർഷം മുമ്പുള്ള ആൾക്കാരൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. മറ്റേ ഹരിഹർ നഗർ സിനിമയിൽ മുകേഷ് പറഞ്ഞ പോലെ ഞങ്ങളൊരു 10 വർഷം ഒന്ന് പുറകോട്ട് നടന്ന പോലെ തോന്നി. അങ്ങനെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭീമയിലാട്ടോ പോയത്. ഒരാൾക്ക് കാത് കുത്തണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ കാത് കുത്തണമെന്ന് നടന്നൊന്നുമില്ല. അവിടുത്തെ സെയിൽസ്മാനെ കുറേ നേരം വെട്ട് കളിപ്പിച്ചിട്ട് 2 സ്കീമിലും ചേർന്നിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ കൂടെയുള്ള സമയം ഒന്നും കൂടെ വലിച്ചു നീട്ടാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഷോപ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് പോയി. വലിയ കാര്യമൊന്നും ആയിരുന്നില്ല. ചുമ്മാ അല്ലറ ചില സാധനങ്ങൾ വാങ്ങിക്കാം. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം കൊണ്ട് ഒന്നിച്ച് നിൽക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. ആൻഡ് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. എല്ലാ ഫ്രണ്ട്സിൻ്റെ മീറ്റപ്പിനൊക്കെ ചെയ്യുന്ന പോലെ അടുത്തതൊരു ട്രിപ്പ് ആക്കാം, ട്രിപ്പ് എവിടെ പോവാം, അടുത്തത് മീറ്റപ്പ് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലാൻസ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ റെഡി ആയാൽ പറയാം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.